ടി ജി സജിത്തുണ്ട്. സജിത്തിനൊപ്പം ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജുമുണ്ട്. സജിത്ത്, എന്താണ് ഈ സൂപ്പർ സൺഡേയിൽ സ്വരാജിന് പറയാനുള്ളത്? തീർച്ചയായും നമ്മൾ ഏറ്റവും പ്രസക്തമായ കാര്യം ഈ പശ്ചിമേഷ്യൻ യുദ്ധം ഇത്ര കണ്ട് ശക്തമായിരിക്കുന്ന ഘട്ടത്തിലാണ് യുദ്ധ വാർത്തകൾക്കൊപ്പം പ്രാധാന്യം കൊടുത്ത് നമുക്ക് ഇലക്ഷൻ വാർത്തകൾ കൂടി കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ പ്രസക്തമാവുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ്. കാരണം നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഇസ്രയേലിലെ പശ്ചിമേഷ്യയിലെ പൊതുവായ പ്രശ്നങ്ങളും ചർച്ചയാകപ്പെടുകയാണ്. ഒരുപക്ഷെ യുദ്ധവിഷയത്തിൽ ഏറ്റവും അധികം ശക്തമായ നിലപാടെടുത്ത ഒരു സ്ഥാനാർത്ഥിയാണത് ഇടതു സ്ഥാനാർത്ഥി എന്ന പ്രത്യേകതയുമുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഈ നീക്കത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയം പ്രതിപക്ഷം കാണുന്നുണ്ട്. കാരണം ബോധപൂർവമായി അത് നിലമ്പൂരെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്ന് ആക്ഷേപം കൂടിയുണ്ട്. ഒരുപക്ഷെ എം സ്വരാജിന് ഇക്കാര്യത്തിൽ മറുപടി ഉണ്ടാകുമെന്ന് കരുതാം. ഇതിൽ പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ ഈ നീക്കത്തിൽ രാഷ്ട്രീയം കാണുകയാണ്. ഇസ്രയേൽ വിരുദ്ധ നിലപാടുകൾ മാത്രം ഉണ്ടാകുന്നു ഇടതുപക്ഷത്തിന് എന്നതാണ്. അങ്ങനെയാണോ? അദ്ദേഹം വെറുതെ ഭയപ്പെടുകയാണ്. ഏത് കാര്യവും തെരഞ്ഞെടുപ്പിലെ വോട്ടും ബന്ധപ്പെടുത്തി കാണുന്ന രീതി ഞങ്ങൾക്കില്ല. നിർഭാഗ്യവശാൽ അവർക്കങ്ങനെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവർ ഭയപ്പെടുകയാണ്. ഇതിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഇസ്രായേലിനെതിരായ നവമാധ്യമങ്ങൾ ഞാൻ നടത്തിയൊരു അഭിപ്രായ പ്രകടനമുണ്ട്. ആ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പില്ല, നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന സൂചന പോലുമില്ല. 2023-ലാണത്. അത് ഏത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? പിന്നെ എല്ലാ കാലത്തും ഇസ്രായേലിൽ നടത്തുന്ന, ഇസ്രായേൽ ലോകത്തിലെ ഏത് രാജ്യവും മറ്റൊരു ജനതയുടെ മേൽ നടത്തുന്ന കായികാക്രമണങ്ങളെ, സൈനിക അധിനിവേശങ്ങളെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യസ്നേഹികളും എതിർത്തിട്ടുണ്ട്. ഇസ്രായേലി പാർലമെന്റിൽ ഇസ്രായേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചതിനെക്കുറിച്ച് 2 ആഴ്ച മുമ്പാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇസ്രായേലിലായാലും ഇന്ത്യയിലായാലും ആഫ്രിക്കയിലായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക് എപ്പോഴും ഒരേ നിലപാടാണ്. അത് അദ്ദേഹത്തിന് എന്തുകൊണ്ടോ മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ്. അദ്ദേഹം അവരുടെ രീതികൾ വെച്ച് മറ്റുള്ളവരെ അളക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ്. തിരഞ്ഞെടുപ്പും വോട്ടുമല്ല, മനുഷ്യ സ്നേഹമാണ്, മനുഷ്യ പക്ഷപാതമാണ് ഏറ്റവും പ്രധാനമായി നാം പരിഗണിക്കേണ്ടതെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇടതുപക്ഷം പൊതുവിൽ പാലസ്തീൻ അനുകൂല നിലപാടുകൾ കാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇസ്രയേലിന് അനുകൂലമായി നമുക്കറിയാം, ഇവിടുന്ന് ഒത്തിരി നിരവധി ആളുകൾ ഇസ്രയേൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടുത്തെ യുദ്ധ സാഹചര്യങ്ങൾ, ആശങ്കകൾ പലതുണ്ട്. അതിലെന്തായാലും അത് ഏത് തരത്തിൽ ബാധിച്ചാൽ പോലും ഒരു യുദ്ധവിരുദ്ധ നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിതം. അത് തന്നെ താങ്കൾ ഇവിടെ ആവർത്തിക്കുകയും ചെയ്യും. ഇസ്രായേലിലെ ജനങ്ങൾക്കെതിരല്ല ഇടതുപക്ഷം, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിലെ ജനങ്ങൾക്കെതിരല്ല, ഇസ്രായേൽ ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളി സഹോദരങ്ങൾക്കെതിരല്ല. അവരോടെല്ലാം ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. അതിലൊന്നും യാതൊരു സംശയമില്ല. ഇപ്പൊ സാമ്രാജ്യത്വത്തിനെ വിമർശിക്കുമ്പോൾ ചിലരോ നിങ്ങൾ പിന്നെ അമേരിക്കയിൽ പോവില്ല എന്നൊക്കെ ചോദിക്കുന്ന ആ അല്പബുദ്ധിത്വമാണ് പലയിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നത്. അമേരിക്കയെ വിമർശിക്കുന്നു പറഞ്ഞാൽ അമേരിക്കൻ ജനതയല്ല, അമേരിക്കയിൽ ജോലി ചെയ്യാൻ പോകുന്ന മനുഷ്യരെയല്ല, അമേരിക്കയുടെ ഭൂപ്രദേശത്തെയല്ല, മറിച്ച് അമേരിക്കൻ ഭരണകൂടം പ്രതിനിധാനം ചെയ്യുന്ന സാമ്രാജ്യത്വ നയങ്ങളെയാണ് എതിർക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിൽ ഇന്ന് അധികാരത്തിലുള്ള നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവർ ആ സാമ്രാജ്യത്വം, അവർ അമേരിക്കൻ സാമ്രാജ്യത്വവുമായി ചേർന്ന് നിൽക്കുകയാണ്. അവരുടെ നയങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതല്ലാതെ ആ പ്രദേശത്തെ ജനങ്ങളോടോ അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നുമല്ല. അവരോടെല്ലാം സൗഹാർദ്ദം, ഐക്യമാണ്. അവരും കാക്ഷിക്കുന്നത് സമാധാനമാണ്. അപ്പൊ സമാധാനം ആ നാട്ടിലെ ജനങ്ങളുടെ കൂടി സ്വപ്നമാണ്, അവിടെ ജോലി ചെയ്യുന്നവരുടെയും സ്വപ്നമാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും സമാധാനകാംക്ഷികളാവണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതാണ് എം സ്വരാജ് വ്യക്തമാക്കിയത്. എന്തായാലും ഈ പശ്ചിമേഷ്യൻ സംഘർഷ വിഷയങ്ങൾ ഒരു കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയധികം ചർച്ചയാകപ്പെടുന്നു എന്ന പ്രത്യേക സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ശ്രീജ, അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ നിലമ്പൂര് മാറി പറയുന്ന പ്രചരണ വിഷയങ്ങൾ പലകുറിയുണ്ട്. അത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പൊതുചിത്രമാണ്. പക്ഷേ ഇക്കുറി നിലമ്പൂരിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഇത്ര ശക്തമായതോടുകൂടി ഇത് ഇടതുപക്ഷം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് അതിനെ ഇന്നലെ പ്രതിരോധിച്ച രീതി നമ്മൾ കണ്ടതാണ്. വി ഡി സതീശൻ ഇത് ഇടതുപക്ഷത്തിന്റെ ഇടവേളകളിൽ മാത്രം ഉയർന്നു വരുന്ന ഒരു നിലപാടെന്നാണ്. പക്ഷേ എം സ്വരാജ്, അദ്ദേഹം നേരത്തെ തന്നെ യുദ്ധവിരുദ്ധ നിലപാടുകൾ പരസ്യമായി സ്വീകരിച്ച വ്യക്തിയാണ്. ആ നിലപാട് അദ്ദേഹം ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ആവർത്തിക്കുന്നു എന്നതാണ് സാഹചര്യം. ഒരുപക്ഷെ ഇനിയുള്ള 2-3 ദിവസങ്ങൾ, പരസ്യപ്രചരണത്തിലുള്ള 2-3 ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് വേദികളിൽ ഒരുപക്ഷെ ശക്തമായി ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടി ഇതുതന്നെയായിരിക്കാം. യുദ്ധവിരുദ്ധ നിലപാടുകൾ, പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളൊക്കെ വളരെ സജീവമായി തന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്നേക്കാം. ശ്രീജ. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. സ്വരാജിന്റെ പ്രതികരണവും രാവിലെ ലഭ്യമാക്കിയത്. അതായത് ഒരുപക്ഷെ ഈ പശ്ചിമേഷ്യൻ വിഷയങ്ങൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു ജില്ല മലപ്പുറം ആണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ ഒരു സ്ഥലത്ത് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം വലിയ വാർത്തയായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ചയാകും. ഒരു നിലപാട് എടുക്കും.
ക്കേണ്ടിയും വരും. ആ നിലപാടാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 2-3 ദിവസം കൂടി ഈ പരസ്യ പ്രചാരണം നീണ്ടു നിൽക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ അവസാന നിമിഷം മാറിമറിയും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. വിവരങ്ങൾ നൽകിയത് CV അനുമോദ്, VV അരുൺ, ഒപ്പം TJ സജിത്ത്.